ഹായ് ഗൈസ്, ഹൗ ആർ യു ഡൂയിങ്? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു ചെറിയ ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇപ്പോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലെത്തിയിട്ടുള്ളൂ. അപ്പോൾ ചെറിയൊരു ഈവനിങ് ഒരു ചെറിയ വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. ഒരു കുട്ടി വ്ളോഗ്. സോ അധികം ഇൻട്രോ ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ വ്ളോഗ്. ഇന്ന് വീട്ടിൽ നിന്ന് രാവിലെ 5 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോഴാണെങ്കിൽ രാവിലെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. പുറത്തൊക്കെ ഈ ഒരു 5 മണി 6 മണി ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര തണുപ്പാണ്. എനിക്കാണെങ്കിൽ കുറച്ച് തണുപ്പ് വരുമ്പോഴത്തേനും ഭയങ്കര അസ്വസ്ഥതയാണ്. ഞാൻ അതുകൊണ്ടൊരു സ്വെറ്റ് ഷർട്ട് പോലെയുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന ടൈമില് അർജുൻ എനിക്ക് ഓരോ ഫുഡ് ഐറ്റത്തിന്റെ ഫോട്ടോ അയച്ചു തരുന്നുണ്ടായിരുന്നു. അതില് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കപ്പയും ഫിഷ് കറി ആയിരുന്നു കേട്ടോ. അത് കണ്ടപ്പോ മുതല് എനിക്കെന്തോ അത് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ പിന്നെ ഇന്ന് എന്തായാലും ഞങ്ങൾക്ക് ഗ്രോസറി ഷോപ്പിങ്ങിനൂടെ പോകാനുണ്ടായിരുന്നു. ആക്ച്വലി 2 ഐറ്റംസേ വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ നേരെ സൂപ്പർ മാർക്കറ്റിൽ കയറി വാങ്ങിയിട്ട് വരാമെന്നാ വിചാരിച്ചത്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങാൻ ഒരു ടെൻഡൻസി ആയി. അതെപ്പോഴും നമ്മൾ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. 1-2 സാധനം ഈ ലിസ്റ്റിൽ ഉണ്ടാവുള്ളൂ, പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാല് അതിൽ കൂടുതൽ വാങ്ങിയിട്ടാണ് കേട്ടോ തിരിച്ചു വരിക. ഞാൻ എന്റെ ഡ്യൂട്ടി 4 മണിക്ക് കഴിഞ്ഞിട്ട് ഒരു 5:30 ആയപ്പോ സൂപ്പർ മാർക്കറ്റിൽ എത്തി. പിന്നെ കുറച്ചു നേരം അർജുനെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. അർജുൻ ഇന്ന് 6 മണി വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് 20 മിനിറ്റ്സ് ട്രാവലും ഒരു 6:30 ആയപ്പോഴാണ് അർജുൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി മെല്ലെ ഇറങ്ങി കേട്ടോ. അർജു ആണെങ്കിൽ ഫിഷ് കറി ഒക്കെ ഉണ്ടാക്കാൻ എക്സ്പേർട്ട് ആയതുകൊണ്ട് ഇന്നെന്തായാലും അർജുന്റെ കുക്കിംഗ് ആണ്. എനിക്ക് കപ്പ മാത്രം ഉണ്ടാക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. പിന്നെ നാളത്തേക്ക് ഞങ്ങൾക്ക് ലഞ്ചും കൂടെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. കാരണം നാളെ ഞങ്ങൾക്ക് മോർണിംഗ് ഷിഫ്റ്റ് തന്നെയാണ്. അപ്പൊ നാളെ മോർണിംഗ് പോയി കഴിഞ്ഞാല് ബാക്കി കാര്യങ്ങളൊന്നും പിന്നെ നടക്കില്ല. അതുകൊണ്ട് ഇന്നെല്ലാം സെറ്റ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്, ഈ കാറിന്റെ ഡിക്കി തുറക്കാൻ കിട്ടില്ല. എന്താണെന്നറിയില്ല, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അർജുനാണെങ്കിൽ എപ്പോഴും എന്നെ കളിയാക്കും, ഇത് തുറക്കാൻ പറ്റില്ല, അറിയില്ല എന്ന് പറഞ്ഞിട്ട്. എത്ര പറഞ്ഞെന്നാലും ഞാൻ തെറ്റിക്കും. അങ്ങനെ കുറച്ച് ട്രാഫിക്കിലൊക്കെ പെട്ട് മെല്ലെ മെല്ലെ വീട്ടിലെത്തിയപ്പോ സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഗായ്സ്. ഞങ്ങള് വീട്ടില് തിരിച്ചെത്തി. രാവിലെ 5 മണിക്ക് പോയതാണ് കേട്ടോ ഞാൻ. ഇപ്പൊ സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി. കുറച്ച് നല്ല ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു വഴിയില്. ഇനിയിപ്പോ ഞാൻ നേരെ പോയിട്ട് കുളിച്ച് ഫ്രഷ്നപ്പ് ആയി വരട്ടെ. നല്ല വിശക്കുന്നുണ്ട്. അർജു രാവിലെ ഒരു 10 മണിക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ലോണ്ടറി കഴിഞ്ഞ ഡ്രസ്സൊക്കെ പുറത്ത് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് തിരിച്ചെടുത്ത് വെക്കാന്നുള്ള രീതിക്കാണ് ബാൽക്കണിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഡ്രസ്സൊക്കെ ഒരു എന്തോ തണുത്തിരിക്കുന്ന പോലെ തോന്നി. അതുകൊണ്ട് എനിക്ക് ഉള്ളിലേക്ക് തിരിച്ചെടുക്കാൻ തോന്നിയില്ല കേട്ടോ. ഇനിയിപ്പോ രാവിലെ കുറച്ച് വെയിലൊക്കെ കൊണ്ടിട്ട് എടുത്തു വെക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ രാവിലെ ഇതിന് പറ്റുമെന്നറിയില്ല. എന്തായാലും ആ തണുത്ത ഡ്രസ്സ് ഉള്ളിലേക്ക് എടുക്കാൻ ഒരു എന്താ പറയാ, എന്റെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് അവിടെ തന്നെ ഇട്ടിട്ട് അപ്പത്തേനും അർജു കിച്ചണിൽ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫിഷ് കറിയൊക്കെ പെട്ടെന്ന് ആക്കാന്ന് വിചാരിച്ചു. രണ്ടുപേർക്കും നല്ല വിശക്കുന്നുള്ളത് കൊണ്ട് ഒട്ടും ക്ഷമയില്ലായിരുന്നു. ഞാൻ നേരെ കുളിച്ചു വന്നാലോ എന്ന് ആലോചിച്ചിട്ട് കുറെ നേരം നിന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് വലിയ വലിയ പണികളൊക്കെ തീർത്തിട്ട് പോയിട്ട് കുളിക്കാന്ന്. അങ്ങനെ ഞാൻ നേരെ പോയിട്ട് കപ്പയൊക്കെ കുക്ക് ചെയ്യാൻ വെച്ചു കേട്ടോ. അർജു അതിന്റെ ഇടയ്ക്ക് ഫിഷ് കറിയൊക്കെ ആക്കുന്നുണ്ടായിരുന്നു. ഇതൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ഇതിന് ഭയങ്കര ടേസ്റ്റ് ആണ്. ഇത് 2ാമത്തെ വട്ടമാണ് ഈ ഒരു സ്റ്റൈലില് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ വട്ടം അന്ന് എന്റെ സിസ്റ്ററൊക്കെ വന്നപ്പോ ഉണ്ടാക്കിയപ്പോ അത് അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു എനിക്ക് ഇന്ന് അതേപോലെ തന്നെ മതിയെന്ന്. അങ്ങനെ ഓക്കെ, അത് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് അതാണ് ഈ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ നാളത്തേക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ടുള്ള റൈസും പിന്നെ എനിക്ക് കപ്പയും ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പം നേരെ കുളിച്ചിട്ട് വരാം. അതിനിടയ്ക്ക് കുറച്ച് ഫിഷ് എടുത്തിട്ട് ഞങ്ങൾ ഫ്രൈയും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ആർഭാടമായിട്ടുള്ള ഫുഡൊന്നും ഞങ്ങൾ അധികം കഴിക്കാറില്ല. ഇന്നെന്തോ ഒരു മൂഡിന് ഇത്രയും ആക്കണം എന്ന് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചത്. ലൈറ്റ് ആയിട്ടാണ് ഞങ്ങൾ അധികവും നൈറ്റ് എന്തെങ്കിലും കഴിക്കാറുള്ളത്. അങ്ങനെ ഹെവി ആയിട്ട് ഒന്നും കഴിക്കാൻ നിൽക്കാറില്ല. പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര ലൈറ്റ് ആയിട്ട് തന്നെയാണ് കഴിച്ചത്. പിന്നെ ഭയങ്കര വിശപ്പും കുറച്ച് കൊതിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നേരെ പോയിട്ട് കുളിച്ച് ഫ്രഷ്നപ്പ് ആയി വന്നു കേട്ടോ. അപ്പത്തേനും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കപ്പയില്ലേ, അതിങ്ങനെ വെളുത്ത കളറിൽ തന്നെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. നമ്മള് കുക്ക് ചെയ്തെടുത്തിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ടെടുക്കില്ലേ, അങ്ങനെ കഴിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. പണ്ട് വീട്ടിലൊക്കെ ആകുമ്പോൾ അങ്ങനെ അമ്മ ഉണ്ടാക്കാറുണ്ടായിരുന്നു. പിന്നെ അതിന് ഫൈനലായിട്ട് കടുകും കൂടെ പൊട്ടിച്ചിടും. പിന്നെ നമ്മുടെ വറ്റൽ മുളകില്ലേ,
അത് വെച്ചിട്ട് ഒരു വറവും കൂടി ഇടും. അപ്പൊ അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്കെന്തോ ആ ഒരു രീതിയിൽ ഇന്ന് കഴിക്കണം എന്ന് തന്നെയായിരുന്നു മനസ്സിൽ. പിന്നെ ഇന്ന് കപ്പ ഉണ്ടാക്കണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷെ എന്റെ മൈൻഡ് അതിനൊന്നും അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റൈലിൽ തന്നെ ആക്കിയെടുത്തു. പിന്നെ വറ്റൽമുളകൊക്കെ ഇടുമ്പം ഡ്രസ്സിലോട്ടാവോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കുളിച്ച് വന്നതുകൊണ്ട്. എന്തായാലും ഞാനൊന്ന് ഒപ്പിച്ചെടുത്തു. ഹായ്, ഇപ്പൊ കാണുമ്പോ തന്നെ എനിക്ക് കൊതിയാവുന്നുണ്ട്. ഇന്നലെ കഴിച്ചതാണെങ്കിലും ഇപ്പൊ കാണുമ്പോ നല്ല കൊതിയാവുന്നുണ്ട്. അങ്ങനെ ഏകദേശം പരിപാടികൾക്ക് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ നേരെ എടുത്തിട്ട് കഴിച്ചാൽ മാത്രം മതി. സമയം കുറെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വിശപ്പെന്ന് പറഞ്ഞാല് വിശന്ന് സത്യം പറഞ്ഞാല് എന്താ പറയാ, നമ്മൾ കുറെ നേരം വിശന്നിരുന്നാല് പിന്നെ ആ വിശപ്പ് അങ്ങോട്ട് പോവില്ലേ, ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അർജു ആണെങ്കിൽ ഒട്ടും ക്ഷമയില്ലായിട്ട് ഫസ്റ്റിലെ എടുത്തിട്ട് പോയി കേട്ടോ. പിന്നെ ചോറും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോറ് കാണുമ്പോൾ നമുക്ക് കുറച്ച് ചോറ് കഴിക്കാൻ ഒരു ടെൻഡൻസി അല്ലേ. അങ്ങനെ അർജു കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഇതിന്റെ കൂടെ കപ്പയും ആ ഫിഷ് കറിയും ആ ഒരു കോമ്പിനേഷൻ തന്നെ കഴിച്ചാൽ മതി എന്നായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ ആ മീൻകറി. നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്കിപ്പോ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. ആ മാങ്ങ കുറച്ച് പഴുത്തതായിരുന്നു കേട്ടോ. കുറച്ച് പഴുത്തതെന്നല്ല, കുറച്ച് മധുരമുള്ള ഒരു മാങ്ങയായിരുന്നു. അപ്പൊ അത് ആ പുളിയുടെ കൂടെയൊക്കെ വന്നപ്പോ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അങ്ങനെ ഞങ്ങള് ഏതൊരു മൂവി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് അങ്ങനെ എന്താ പറയാ ആസ്വദിച്ചിരുന്നിട്ട് കഴിച്ചു. പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങള് ഈ ഒരു സമയത്താണ് അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുള്ളത്. നമ്മുടെ ഹോസ്പിറ്റലിൽ നടന്ന കാര്യവും ഫാർമസിയിൽ നടന്ന കാര്യവും അങ്ങനെ ഓരോന്ന്. പിന്നെ നാളത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് വെക്കും. നാളെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാനുണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കേട്ടോ. പിന്നെ എന്റെ മീൻകറിയുടെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട്, എന്റെ അല്ല അർജുന്റെ, അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാട്ടോ. ഈ കപ്പേന്റെ കൂടെ സാധാരണ വീട്ടിലെപ്പോഴും മറ്റേ ചുവന്ന കറിയാണ് കേട്ടോ ഉണ്ടാകുക, മുളകിട്ട കറി. ഞാൻ അധികം തേങ്ങരച്ച കറി വീട്ടിലധികം കപ്പേന്റെ കൂടെ ഉണ്ടാക്കാറില്ല. പക്ഷെ ഇത് രണ്ടും അടിപൊളി കോമ്പിനേഷനാണ്. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. എന്തോ കുറെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ പോലൊക്കെ ആയിരുന്നു ഇത് കഴിച്ചോണ്ടിരിക്കുമ്പോ. ഞാനാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഓരോ ബൈറ്റും എൻജോയ് ചെയ്ത് കഴിക്കാന്ന് പറയില്ലേ, അതേപോലെ ആയിരുന്നു കേട്ടോ കഴിച്ചോണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. സോ ഗൈസ്, എന്താ പറയാ ഡിന്നറൊക്കെ കഴിച്ചു കേട്ടോ. ഭയങ്കര സന്തോഷം. നമ്മൾ ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോ ഇത്രയധികം സന്തോഷം ഉണ്ടാവുന്ന കുറച്ചു കാലമായിട്ടുള്ളൂ കേട്ടോ ഞാൻ മനസ്സിലാക്കിയിട്ട്. ആദ്യമൊക്കെ ഞാൻ വീട്ടിലൊക്കെ ആയിരുന്നപ്പോ അമ്മേന്റെ അടുത്താണ് പോയി പറയാം, അമ്മ ഇത് വേണം. എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ കിച്ചൺ പരിസരത്തേക്കൊന്നും അധികം പോയി ഒന്നും ചെയ്യാറില്ലായിരുന്നു. പിന്നെ ആദ്യമൊക്കെ ഞാൻ എന്ത് ചെയ്താലും സത്യം പറഞ്ഞാൽ വായിൽ വെക്കാൻ കൊള്ളൂലായിരുന്നു കേട്ടോ. ഞാൻ കഴിക്കുകയില്ലായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളും. ഞാൻ ക്ലീൻ ചെയ്ത ഫിഷ് ഞാൻ കഴിക്കില്ലായിരുന്നു. ഞാൻ ക്ലീൻ ആക്കിയ ചിക്കൻ കഴിക്കില്ലായിരുന്നു. ഇപ്പോഴും ചെറിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എന്നാലും ഒട്ടും കഴിക്കാതെ അല്ല ഇപ്പൊ. എന്നാലും ഫിഷും ചിക്കനൊക്കെ അധികം അർജു തന്നെയാണ് ചെയ്യാറുള്ളത്. എനിക്ക് എന്തോ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു എന്തോ പ്രശ്നമാണ്, അറിയില്ല. ലിബാം ഇട്ടെ, ഈ ലിബാം ഞാനൊന്ന് കാണിച്ചില്ലേ, നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത്, ഫുഡൊക്കെ കഴിച്ചപ്പോ ഭയങ്കര ഒരു സന്തോഷം. നമുക്ക് ഇഷ്ടമുള്ള കുറെ നാളായി കഴിച്ചിട്ട്. ഇപ്പൊ കപ്പയും മീനൊക്കെ കഴിച്ചിട്ട് കുറെ നാളായി. ലാസ്റ്റ് നാട്ടിൽ പോയപ്പോഴാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് അത് കഴിക്കുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ പിന്നെ മാക്സിമം നന്നാക്കിയിട്ട് അതിനൊരു ഇഷ്ടം കൊടുത്ത് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ എന്ത് കാര്യം നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്കം കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്റെ മനസ്സും വയറും ഒക്കെ നിറഞ്ഞു. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല. സ്കിൻ കെയർ, കുറച്ച് സ്കിൻ കെയർ, വലിയ ഘോരമായ സ്റ്റെപ്പ് ഒന്നും ചെയ്യാൻ മടിയാണ്. ഭയങ്കര ഡ്രൈ ആവുന്നതുകൊണ്ട് കുറച്ച് മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, പിന്നെ 1-2 സ്റ്റെപ്പ് മാത്രമേ ഞാൻ കാണിക്കുന്നില്ല, എപ്പോഴും കാണിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടെ, എന്റെ മീൻകറിയുടെ റെസിപ്പി ഞാൻ മേ ബി ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഞാൻ അധികം മീനൊന്നും ഇവിടുന്ന് അധികം മീൻകറിയൊന്നും കഴിക്കാത്ത ഒരാളാണ്. നാട്ടിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് കഴിക്കായിരുന്നു. ഇവിടുത്തെ ഫിഷിന്റെ എന്തോ ഒരു ടേസ്റ്റ് എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഞാൻ ആ വീഡിയോ ചിലപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത് കണ്ടിട്ട് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.
അപ്പൊ ഇന്നത്തെ വ്ലോഗ് അത്രയൊക്കെ ഉള്ളൂ. ഇനിയൊന്നുമില്ല, ഉറങ്ങാൻ പോവാണ്. ഒരു മൂവി പകുതി വെച്ച് കണ്ടു നിർത്തിയിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉറങ്ങാൻ പോകണം. അത്രയൊക്കെയാണ് ഇന്നത്തെ വ്ലോഗ്. സോ ഇനി എന്താ, അടുത്തൊരു വ്ലോഗ് കഴിച്ച് അത് മുന്നേ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വ്ലോഗ് കഴിച്ച് വീണ്ടും കാണുന്നവരെ ചൂടെ ബൈ ബൈ.